ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻഫർമേഷൻ ടെക്നോളജി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ എങ്ങനെ സഹായകമാവുമെന്ന് ചർച്ച ചെയ്തിരുന്നു. അതിൽ നമ്മൾ GPS കുറിച്ച് പഠിച്ചിരുന്നു. അതിൻ്റെ ഇമ്പോർട്ടൻസ്, GPS ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനെ എങ്ങനെ സഹായിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് കൺസിഡർ ചെയ്യുന്ന GIS ഇൻ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റാണ്. GIS എന്ന് പറഞ്ഞാൽ ജിയോഗ്രാഫിക് ഇൻഫർമേഷൻ സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഈ GIS ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനെ എങ്ങനെ സഹായിക്കുന്നു നോക്കാം. GIS GPS പോലെ തന്നെയാണ് GISഉം. ഇത് മറ്റ് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ആയിരുന്നെങ്കിൽ ഇത് ജിയോഗ്രാഫിക് ഇൻഫർമേഷൻ സിസ്റ്റമാണ്. ഇറ്റ് പ്രൊവൈഡ്സ് അക്യുറേറ്റ് ഇൻഫർമേഷൻ ഓൺ എക്സാക്റ്റ് ലൊക്കേഷൻ ഓഫ് ആൻ എമർജൻസി സിറ്റുവേഷൻ. ഒരു എമർജൻസി സിറ്റുവേഷൻ്റെ കറക്റ്റ് ലൊക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ GISന് സാധിക്കുന്നു. ദെൻ ടു ക്രിയേറ്റ് അസാർഡ് ഇൻവെൻ്ററി മാപ്സ്. അടുത്തത് ക്രിയേറ്റ് അസാർഡ് ഇൻവെൻ്ററി മാപ്പ്, അതായത് അസാർഡ് സംഭവിക്കുന്ന പ്രദേശത്തെ അല്ലെങ്കിൽ സംഭവിച്ച പ്രദേശത്തെ കുറിച്ചുള്ള അല്ലെങ്കിൽ അവിടുത്തെ ഘടനയെക്കുറിച്ചുള്ള മാപ്പ് തയ്യാറാക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നു GIS. ലൊക്കേറ്റ് ക്രിട്ടിക്കൽ ഫെസിലിറ്റീസ്, അതായത് ആവശ്യമുള്ള ഫെസിലിറ്റീസ് സ്ഥാനം കണ്ടെത്താൻ GIS സഹായിക്കുന്നു. വൾണറബിലിറ്റി അസസ്മെൻറ്റ്, വൾണറബിളായിട്ടുള്ള പ്രദേശങ്ങളെ മനസ്സിലാക്കാനൊക്കെ GIS ഹെൽപ്പ് ചെയ്യുന്നു. വൾണറബിലിറ്റി അസസ്മെൻറ്റ്. ഇറ്റ് പ്രൊവൈഡ്സ് എ ഫ്രെയിം വർക്ക് ഫോർ പ്ലാനേഴ്സ് ആൻഡ് ഡിസാസ്റ്റർ മാനേജേഴ്സ്. അപ്പോൾ ഇതിലേർപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥർക്കും അല്ലെങ്കിൽ സംഘടനകൾക്കും ഒരു ഫ്രെയിം വർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു, GIS സഹായിക്കുന്നു. Then GIS based database provides better environment for future planning. ഇതിൻ്റെ ഫലമായിട്ട് നമ്മൾ അല്ലെങ്കിൽ GISൻ്റെ സഹായത്തോടെ നിർമ്മിക്കുന്ന ഡാറ്റകൾ സഹായിക്കുന്നു? ബെറ്റർ എൻവയോൺമെൻറ്റ് ഫോർ ഫ്യൂച്ചർ പ്ലാനിങ്, ഇനി വരുന്ന പ്ലാനിങ്ങിന് സഹായിക്കുന്നു. ഓക്കെ, GIS അത്രയാണ് GIS ഇൻ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. It provide accurate information on exact location of an emergency situation to create hazard inventory maps, locate critical facilities, vulnerability assessment. It provides a framework for planners and disaster managers. The GIS-based database provides better environment for future planning. Then next one, community-based disaster preparedness, CBDP. കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ പ്രിപ്പയർനെസ്. ഇത് കമ്മ്യൂണിറ്റി ബേസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള അല്ലെങ്കിൽ ഈ ഡിസാസ്റ്റർ സംഭവിക്കാൻ സാധ്യതയുള്ള പ്രദേശത്തെ ജനങ്ങളെയൊക്കെ പാടെ കൂട്ടിയിട്ട് അവരെ ഒരു കോമൺ ഡിസാസ്റ്റർ റിസ്കിനെ അഭിമുഖീകരിക്കാൻ പ്രാപ്തരാക്കുക. ഓക്കെ, അല്ലെങ്കിൽ പുതിയ ഡിസാസ്റ്റർ പ്രിപ്പയർനെസ്സിന് സ്വീകരിക്കാൻ തയ്യാറാക്കുക. അതാണ് കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ പ്രിപ്പയർനെസ്. അതായത് ഒറ്റയ്ക്കല്ലാതെ എല്ലാവരും പാടെ കൂടിയിട്ടുള്ള ഒരു പ്രവർത്തനം. ദാറ്റ് ഈസ് കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ പ്രിപ്പയർനെസ്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ബ്രിങ്ങിങ് പീപ്പിൾ ടുഗദർ വിത്തിൻ ദ സെയിം കമ്മ്യൂണിറ്റി ടു ഇനേബിൾ ദം ടു കളക്റ്റീവ്ലി അഡ്രസ് എ കോമൺ ഡിസാസ്റ്റർ റിസ്ക് ആൻഡ് ടു കളക്റ്റീവ്ലി പെർസ്യൂ കോമൺ ഡിസാസ്റ്റർ പ്രിപ്പയർനെസ്. എല്ലാവരും ഒരുമിച്ച് ഒരു ഡിസാസ്റ്ററിനെ അഭിമുഖീകരിക്കാൻ തയ്യാറാവുകയും എല്ലാവരും ഒരു കോമൺ ആയിട്ടുള്ള ഒരു പൊതുവായിട്ടുള്ള പ്രിപ്പയർനെസ് പിന്തുടരാൻ സഹായിക്കുകയും ചെയ്യുന്നതാണ് കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ പ്രിപ്പയർനെസ്, CBDP. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ. ഇത് ഡിസാസ്റ്റർ റിസ്ക് കുറയ്ക്കുക. എന്താ നോക്കാം. ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ ഈസ് ദ കൺസെപ്റ്റ് ആൻഡ് പ്രാക്ടീസ് ഓഫ് റെഡ്യൂസിങ് ഡിസാസ്റ്റർ റിസ്ക് ത്രൂ സിസ്റ്റമാറ്റിക് എഫേർട്സ് ടു അനലൈസ് ആൻഡ് റെഡ്യൂസ് ദ കാഷ്വൽ ആക്ടേഴ്സ് ഓഫ് ഡിസാസ്റ്റേഴ്സ്. ഓക്കെ, അതായത് സിസ്റ്റമാറ്റിക് എഫേർട്ട് ടു അനലൈസ് ആൻഡ് റെഡ്യൂസ് ദ കാഷ്വൽ ഫാക്ടേഴ്സ് ഓഫ് ഡിസാസ്റ്റേഴ്സ്. ഡിസാസ്റ്റേഴ്സിന് കാരണമായ ഘടകങ്ങൾ അനലൈസ് ചെയ്തിട്ട് ഇതിൻ്റെ എഫക്റ്റ് കുറയ്ക്കുന്നതിനാണ് പറയുന്നത് ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ,
അനലൈസ് ആൻഡ് റെഡ്യൂസ് ദ കാഷ്വൽ ഫാക്ടേഴ്സ് ഓഫ് ഡിസാസ്റ്റർ. കാഷ്വൽ ഫാക്ടേഴ്സിനെ കുറിച്ച് മനസ്സിലാക്കുകയും അതിൻ്റെ തോത് കുറയ്ക്കുകയും ചെയ്യുക. അതിനെയാണ് എന്ത് പറയുന്നത്? ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ. പേരിൽ തന്നെ കിട്ടും. ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ ഈസ് ദ കൺസെപ്റ്റ് ആൻഡ് പ്രാക്ടീസ് ഓഫ് റെഡ്യൂസിങ് ഡിസാസ്റ്റർ റിസ്ക് ത്രൂ സിസ്റ്റമാറ്റിക് എഫേർട്സ് ടു അനലൈസ് ആൻഡ് റെഡ്യൂസ് ദ കാഷ്വൽ ഫാക്ടേഴ്സ് ഓഫ് ഡിസാസ്റ്റേഴ്സ്. അപ്പോൾ ഒന്നുകൂടി നോക്കാം. GIS ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം എങ്ങനെ സഹായിക്കുന്നു? പ്രൊവൈഡ് അക്യുറേറ്റ് ഇൻഫർമേഷൻ ഓൺ എക്സാക്റ്റ് ലൊക്കേഷൻ ഓഫ് ആൻ എമർജൻസി സിറ്റുവേഷൻ. കറക്റ്റ് ലൊക്കേഷൻ കിട്ടാൻ. ടു ക്രിയേറ്റ് ഹസാർഡ് ഇൻവെൻറ്ററി മാപ്പ് ക്രിയേറ്റ് ചെയ്യാൻ. ലൊക്കേറ്റ് ക്രിട്ടിക്കൽ ഫെസിലിറ്റീസ് എവിടെ മനസ്സിലാക്കാൻ. വൾണറബിലിറ്റി അസസ്മെൻറ്റ് വൾണറബിൾ ആയിട്ടുള്ള ഏരിയ മനസ്സിലാക്കാൻ. ഇറ്റ് പ്രൊവൈഡ്സ് എ ഫ്രെയിംവർക്ക് ഫോർ പ്ലാനേഴ്സ് ആൻഡ് ഡിസാസ്റ്റർ മാനേജേഴ്സ്. എന്ത് ചെയ്യുക? ഒരു ഫ്രെയിംവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ദെൻ ദ GIS ബേസ്ഡ് ഡാറ്റാബേസ് പ്രൊവൈഡ്സ് ബെറ്റർ എൻവയോൺമെൻറ്റ് ഫോർ ഫ്യൂച്ചർ പ്ലാനിങ്. വരും പ്ലാനിങ്ങിന് ഇതൊരെന്താണ്? സഹായകമാണ് GIS ബേസ്ഡ് ഡാറ്റാബേസ്. ദെൻ കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് CBDP. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ബ്രിങ്ങിങ്. അപ്പോൾ കമ്മ്യൂണിറ്റി ബേസ്ഡ് ആകുമ്പോൾ മൊത്തം കമ്മ്യൂണിറ്റീനെ ഒരുമിപ്പിച്ചിട്ട് എന്ത് ചെയ്യുക? ഡിസാസ്റ്റർ പ്രിപ്പയർനെസ്സിന് പ്രാപ്തരാക്കുന്നതാണ് എന്ത്? CBDP. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ബ്രിങ്ങിങ് പീപ്പിൾ ടുഗദർ വിത്തിൻ ദ സെയിം കമ്മ്യൂണിറ്റി ടു ഇനേബിൾ ദം ടു കളക്റ്റീവ്ലി അഡ്രസ് എ കോമൺ disaster risk and to collectively pursue common disaster preparedness. Okay, that is community based disaster preparedness. Then next one, disaster risk reduction. Disaster risk reduction is the concept and practice of reducing disaster risks through systematic efforts to analyze and reduce the causal factors of disasters. എന്ത് ചെയ്യാണ്? ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ ഈസ് ദ കൺസെപ്റ്റ് ആൻഡ് പ്രാക്ടീസ് ഓഫ് റെഡ്യൂസിങ് ഡിസാസ്റ്ററിൻ്റെ റിസ്ക് ത്രൂ സിസ്റ്റമാറ്റിക് എഫേർട്സ് ടു അനലൈസ് ആൻഡ് റെഡ്യൂസ് ദ കാഷ്വൽ ഫാക്ടേഴ്സ്. കാഷ്വൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കാരണമായിട്ടുള്ള ഘടകങ്ങൾ കണ്ടെത്തി എന്ത് ചെയ്യുക? അവയെ റെഡ്യൂസ് ചെയ്യുന്നതാണ് എന്ത്? ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ.